എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഒരു ടീച്ചർ, അവർക്ക് മുട്ടുവേദനയാണ്. അവരൊരു ഓർത്തോ ഡോക്ടറെ കാണാൻ പോയി. പേര് കേട്ട ഒരു ഹോസ്പിറ്റലാണേ. അപ്പോൾ ഡോക്ടർ നോക്കി മെഡിസിനൊക്കെ എഴുതി കൊടുത്തു. പക്ഷേ വീട്ടിൽ വന്നു, അവരുടെ മകൻ ഡിഗ്രിക്ക് പഠിക്കുകയാണ്. ഈ മരുന്നിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവനൊന്ന് ഗൂഗിളിൽ തപ്പി നോക്കി. അവൻ പറഞ്ഞു, അമ്മേ ഇതിലൊന്ന് ഡിപ്രഷനുള്ള മരുന്നാണ്. അപ്പോൾ ടീച്ചർ ഡോക്ടറെ വിളിച്ചു. ഞാൻ മുട്ടുവേദനയ്ക്ക് വന്ന ഡോക്ടർ എഴുതിയ മരുന്ന് ഇതൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ബാക്കി 3 മരുന്ന് ഞാൻ എഴുതിയത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടിയത്. പക്ഷേ ഈ ഒരു മരുന്ന് ഡിപ്രഷനൊക്കെ കൊടുക്കുന്നതാണ്, അത് ഞാൻ എഴുതിയല്ല. നിങ്ങൾ മരുന്നുമായിട്ട് നാളെ ഹോസ്പിറ്റലിൽ വരാൻ പറഞ്ഞു. അങ്ങനെ വന്നു. അവിടുന്ന് അത്യാവശ്യം വഴക്കൊക്കെ ആയി. ഇത് സംഭവിച്ചത് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് സംഭവിച്ചതാണ്. അവിടുത്തെ ഹോസ്പിറ്റൽ മെഡിക്കൽ ഷോപ്പിൽ നിന്ന്. ഈ മരുന്ന് എടുത്തു കൊടുത്ത ആൾക്ക് ഈ ഡോക്ടർ എഴുതിയ ആ റണ്ണിങ് ലെറ്റർ, അതല്ലെങ്കിൽ ആ വൃത്തിയില്ലാത്ത കൈയക്ഷരം വായിച്ചെടുക്കാൻ സാധിച്ചില്ല. മരുന്ന് മാറിപ്പോയി. അപ്പോൾ ഇവരൊക്കെ ഈ പറയുന്ന പോലെ സംഘടനകളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ടീച്ചർക്കാണേലും പേടിയാ. ഹോസ്പിറ്റലിൻ്റെ പേര് പറയരുത്, ഡോക്ടറുടെ പേര് പറയരുതെന്നൊക്കെ എന്നോട് പറഞ്ഞത്. പക്ഷേ ടീച്ചർ പറഞ്ഞ പ്രകാരം അതൊക്കെ ഇപ്പം ഞാൻ പറയുന്നില്ല. പക്ഷെ ഇങ്ങനൊരു അനുഭവം ഉണ്ടായി. അതുകൊണ്ട് എത്തിക്സ് ഉള്ള ഡോക്ടേഴ്സിനോടുള്ള റിക്വസ്റ്റാണ്, നിങ്ങളുടെ മുന്നിൽ വരുന്നവരുടെ മരുന്ന് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി കൊടുക്കുക. മെഡിക്കൽ ഷോപ്പുകാർക്കും അത് വായിക്കാം, രോഗിക്കും അത് വായിക്കാം. അതൊരു തൃപ്തിയാണ്. ഇനി നമ്മൾ ചില ഡോക്ടേഴ്സിനൊക്കെ വീട്ടിൽ പോകും. 200 250 രൂപയൊക്കെ കൊടുത്തിട്ടാണ് അവരെ കാണുന്നത്. അവരെഴുതി തരുന്നതിൽ വൃത്തിയില്ലാത്ത കൈയക്ഷരമാണെങ്കിൽ അവരോട് പറയുക, ഞാൻ ഇത്രയും രൂപ തരുന്നില്ലേ, എനിക്കത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി തരാൻ പറയുക. തന്നില്ലെങ്കിൽ ആ പ്രിസ്ക്രിപ്ഷൻ തിരിച്ചു കൊടുക്കുക, അടുത്ത ഡോക്ടറെ പോയി കാണുക. അദ്ദേഹം അത് തരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇങ്ങനെയൊക്കെ നമുക്കിവിടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കൂ. ബി ഹാപ്പി.